ലോകത്തിലെ ഏറ്റവും വിനാശകരമായ കണ്ടുപിടുത്തങ്ങളിലൊന്ന് എന്ന് അനേകം പേർ കരുതുന്ന അണുബോംബിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമർ എന്ന ശാസ്ത്രജ്ഞനാണ്. ആറ്റം ബോംബ് പൊട്ടിയതിന് സാക്ഷ്യം വഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വാക്കുകൾ ഇങ്ങനെയായിരുന്നു: "Now I have become death, the destroyer of worlds." ഇപ്പോൾ ഞാൻ ലോകങ്ങളെ നശിപ്പിക്കുന്ന മരണമായി മാറിയിരിക്കുന്നു. ഈ വരികൾ ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ 32-ാം ശ്ലോകമാണ്. സന്ദർഭം ശ്രീകൃഷ്ണൻ അർജുനന് വിശ്വരൂപം വെളിപ്പെടുത്തുന്നതും. 1945 ജൂലൈ 16-ന് ന്യൂ മെക്സിക്കോയിൽ ആദ്യത്തെ അണുബോംബ് പരീക്ഷണമായ ട്രിനിറ്റി ടെസ്റ്റ് നടന്ന മുഹൂർത്തമായിരുന്നു അത്. റോബർട്ട് ഓപ്പൺഹൈമർ സംസ്കൃതം പഠിക്കുകയും ഭഗവത്ഗീത വായിക്കുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ച് അദ്ദേഹം മറ്റൊരു ശ്ലോകവും ഓർമ്മിച്ചു. ഇംഗ്ലീഷിൽ അതിൻ്റെ തർജ്ജമ ഇങ്ങനെ: "If the radiance of 1,000 suns were to burst at once into the sky, that would be like the splendor of the mighty one." 1000 സൂര്യന്മാരുടെ പ്രകാശം ഒരുമിച്ച് ആകാശത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ആ മഹാത്മാവിൻ്റെ, എന്ന് വെച്ചാൽ ഭഗവാന്റെ പ്രഭാവം പോലെയാകും. ഒടുവിൽ ഈ അണുബോംബ് യഥാർത്ഥത്തിൽ ഹിരോഷിമ, നാഗസാക്കി നഗരങ്ങളിൽ പതിച്ചപ്പോൾ ഉണ്ടായ ദുരന്തങ്ങൾ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ആരും മറക്കില്ല. ആകാശത്ത് സഹസ്ര സൂര്യന്മാർ ഒന്നിച്ചുദിച്ച് ഈശ്വരൻ്റെ പ്രഭാവം പ്രദർശിപ്പിച്ചോട്ടെ. പക്ഷേ ഈ പാവം ഭൂമിക്ക് ഇതൊന്നും താങ്ങാൻ കഴിവില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ, ദൈവം അത്യുന്നതങ്ങളിൽ വസിച്ചുകൊള്ളട്ടെ. നമുക്ക് സമാധാനത്തിനായി സന്മനസ്സുള്ളവരാകാം. ആസന്ന മരണയായ ഭൂമിയെ ചരമാവരണം പുതപ്പിക്കുന്ന കണ്ടുപിടുത്തങ്ങളൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ശുഭദിനം.